അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞതാണ്, അതായത് അടിക്കടി എന്ന് പറയുന്ന പല്ലിന് പല്ല് കണ്ണിന് കണ്ണ് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കാൻ കഴിയുന്ന ഒരു നേതാവാണ് മമതാ ബാനർജി. മമതാ ബാനർജിയുടെ കാലശേഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം മമതാ ബാനർജിയെ പോലെ വേറൊരു നേതാവില്ല. മമതാ ബാനർജിയുടെ കേസിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇലക്ട്രൽ ബോണ്ടിന്റെ കേസിൽ 6000 കോടി രൂപയിലധികം BJPക്ക് കിട്ടിയപ്പോൾ ഏറ്റവും രണ്ടാമത്തെ പാർട്ടി, അതായത് കോൺഗ്രസ് കഴിഞ്ഞ മൂന്നാമത്തെ പാർട്ടിയാണ്, പക്ഷേ കോൺഗ്രസിന്റെ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്ന 1200 കോടി സമാഹരിച്ച പാർട്ടിയുടെ പേര് മമതാ ബാനർജി എന്നാണ്. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വന്നിട്ടുണ്ടെങ്കിൽ അവരോട് മസിൽ പവർ കൊണ്ട് ഏറ്റുമുട്ടാൻ തയ്യാറാകുന്ന സ്ഥാനാർത്ഥിയാണ് മമതാ ബാനർജി. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഐപാക്കിൻ്റെ ഓഫീസിൽ വന്ന് ഫയൽസ് എടുത്തുകൊണ്ട് പോകുന്നു എന്നറിഞ്ഞപ്പോൾ ഏതെങ്കിലും മുഖ്യമന്ത്രിമാരാണെങ്കിൽ അവരവിടെ നിന്ന് പ്രസ്താവന ഇറക്കും, രൂക്ഷമായി വിമർശിക്കും, ഇതെല്ലാം ചെയ്യും. പക്ഷെ മമതാ ബാനർജി അതല്ല ചെയ്ത്. മമതാ ബാനർജി നേരെ കാറിൽ കയറിയിട്ട് ഇങ്ങോട്ട് വരികയും സ്വന്തം അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട്, പോലീസിനെ കൊണ്ടിട്ട് ആ ഫയലുകൾ മൊത്തം എടുത്തുകൊണ്ട് പോവുകയും ഇപ്പം നിങ്ങൾക്ക് തരാൻ ഉദ്ദേശമില്ല എന്ന് പറയുകയും ചെയ്ത ഒരാളാണ്. അപ്പോൾ അത്തരത്തിൽ പിന്നെ ഏറ്റവും വലിയ SIRൽ വോട്ടുകൾ ഡിലീറ്റ് ചെയ്യുന്നതിനെതിരെ സുപ്രീം കോടതിയിൽ ഗൗണ് വിട്ട് നിന്ന് വാദിച്ച ഒരാളാണ്. അത് മാത്രമല്ല, തൃണമൂലിന്റെ പല എംപിമാരെ നമ്മൾ പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഷാജഹാൻ ഷെയ്ഖിനെ പോലുള്ള പല എംപിമാർ, അവരൊന്നും തന്നെ ഈ പറയുന്ന കേന്ദ്ര ഏജൻസികൾക്ക് പോലും അവരെ സമീപിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് പല ബംഗാളിലെ എംപിമാരും ഉള്ളത്. വലിയ പ്രത്യേകതകൾ അവരുടെ MPമാരുടെ ലിസ്റ്റിൽ തന്നെ ഉണ്ട്. യഥാർത്ഥത്തിൽ ഇപ്പോൾ വനിതാ സംവരണം എന്ന് പറഞ്ഞല്ലോ, 37% വനിതകൾക്ക് അവിടെ സീറ്റ് കൊടുക്കുകയും അവരെ MPമാരായി ജയിപ്പിക്കുകയും ചെയ്തതാണ് മഹുവ മൊയ്ത്ര അടക്കമുള്ള ആൾ.